പാടം ഫ്രണ്ടേജിൽ നമുക്കൊരു വീട് സ്വന്തമാക്കിയാലോ? അങ്ങനെ ഒരു വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഇപ്പോൾ നല്ലൊരു പാടത്തിന്റെ ഫ്രണ്ടേജിൽ, പാടത്തിന്റെ വ്യൂവില് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്ന ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ, അല്ലെങ്കിൽ രാവിലെ ഒന്ന് പത്രമൊക്കെ വായിച്ചിരിക്കാൻ എന്തൊരു രസമാണ്. അങ്ങനെ ഒരു പാടം ഫ്രണ്ടേജിൽ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല, 50 ലക്ഷം രൂപ ചോദിക്കുന്ന വീട്, 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ്, ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമുള്ള വീട്. ആ വീടിന്റെ മുൻപിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന വില 50 ലക്ഷം രൂപ. ലോൺ വേണ്ടവർക്ക് ലോൺ കൊടുക്കും. സൗകര്യങ്ങൾ അത് മീനച്ചിൽ ഹോംസ് ആണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, ലോൺ സൗകര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പാലാ പൊൻകുന്നം റൂട്ടില് പൈക ടൗണിന് സമീപത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയാലോ? അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മീനച്ചിൽ ഹോംസിന്റെ വെബ്സൈറ്റ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഫ്രീ ആണ്. സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് സെർച്ച് ചെയ്യുമ്പോൾ കോൺടാക്ട് നമ്പറുകൾ സെല്ലറുടെ, അതായത് വിൽക്കുന്നയാളുടെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം പഞ്ചായത്ത് റോഡ് അരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. നല്ലൊരു പാടം ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വീട്. പാടത്തിൻ്റെ ഫ്രണ്ടിൽ റോഡ് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് കഴിഞ്ഞ് പാടം. ആ ഒരു രീതിയിൽ പാടം ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീട്. ഏകദേശം 3 വർഷത്തോളം പഴക്കമുള്ള വീട്. അത് തൊട്ടടുത്തെല്ലാം നല്ല വീടുകൾ. ആ വീടുകളുടെ ഏറ്റവും ഫ്രണ്ട് വ്യൂവിൽ തന്നെ ഇരിക്കുന്ന വീട്. ആരെയും ആകർഷിച്ചു പോകുന്ന ഒരു പ്രകൃതി രമണീയത. അതാണ് ഈ വീടിൻ്റെ ആ ഒരു ഇരിപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ മുറ്റത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഒരു കുളിർമയുള്ളൊരു കാറ്റ് നമുക്ക് ആസ്വദിക്കാം. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഞാനിവിടെ വരുന്നത്. ഉച്ച സമയത്ത് ഇതാണ് എങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ കയറാവുന്ന രീതിയിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു വീടായിട്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടുന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ കിണർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ചെറിയൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഔട്ട് ഹൗസ് പോലെ ഒരു സ്റ്റോർ റൂം, ഔട്ട് ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റോർ റൂമായിട്ട് പുറത്ത് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരു സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഔട്ട് ഹൗസ് ഒക്കെ ആക്കാവുന്നേ ഉള്ളൂ. ഈ വൃക്ഷങ്ങളൊക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ കിണർ വെള്ളം ഒരിക്കലും പറ്റത്തില്ല, കാരണം പാടമുള്ള കാരണം വെള്ളം പറ്റത്തില്ല എന്ന് ഞാൻ എടുത്ത് പറയേണ്ട കാര്യവുമില്ല, വെള്ളം കയറത്തുമില്ല. പൈക ഏരിയയിൽ അങ്ങനെയുള്ളൊരു പല പൊൻകുന്നം റൂട്ടിൽ പൈക ഭാഗത്തൊന്നും വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും ഞാൻ വന്നു. ഇവിടെ ഫ്രണ്ട് വ്യൂവിലേക്ക് വന്നിട്ട് ഇവിടെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഒരു എലവേഷനൊക്കെ നമുക്ക് കാണാം. ഒരു അടിപൊളി എലവേഷൻ വീടാണിത്. അതുപോലെ തന്നെ നമുക്ക് നേരെ കാർ പോർച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി സ്റ്റെപ്പ്, അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറ് തേക്കാണ്. സിറ്റ് ഔട്ട് നല്ലൊരു സിറ്റ് ഔട്ട്. അവിടെ വെയിലടിക്കാതിരിക്കാനായിട്ടുള്ളൊരു കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ്. താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ്. ഇവരുടെ തന്നെ ഒരു ബന്ധു പണിയിപ്പിച്ച വീടാണ്. അപ്പോൾ അവരുടെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് മാത്രം. നല്ലൊരു വിശാലമായൊരു സ്വീകരണമുറി, അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാള്, വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള്, ഫ്രണ്ടിലൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-3 വർഷത്തോളമാണ് പഴക്കം. ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെയെല്ലാം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമേറിയ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ സമീപത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കാണാം. ടൗണിലേക്കൊക്കെ ഇറങ്ങുവാനായിട്ടൊരു 400 മീറ്റർ പോലും ഇല്ല. ഒരു 200 മീറ്റർ 300 മീറ്ററൊക്കെ ദൂരമേ കാണുള്ളൂ. അത്രയും ടൗണുമായിട്ട് നിയറസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ കിട്ടാവുന്നതിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ്. ഇതുവരെയും 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു വീടിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോയെന്ന്.
ഇതുവരെയും കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അതുപോലെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ്. മൊത്തം 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമുകളിലേക്ക് നമുക്ക് പോകാം. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കത്തില്ല. അതുപോലെ തന്നെ ഫർണിച്ചറൊക്കെ ഇവർ കൊണ്ടുപോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. ഇത്രയും വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയുടെ സമീപത്ത് തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റൊക്കെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. 1600 സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞത്. 1600 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കിണർ, വെള്ളം, അതുപോലെ തന്നെ 9 സെൻറ്റാണ് സ്ഥലം. നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ബെഡ്റൂമും വലിപ്പം കൊണ്ടും നല്ലൊരു ആകർഷണീയതയുള്ള നല്ലൊരു വലിപ്പമാണ് ബെഡ്റൂമുകളുടെ. അതാണ് എല്ലാ ബെഡ്റൂമുകളുടെ ഒരു പ്രത്യേകത. നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്, എല്ലാം സൗകര്യപ്രദമായിട്ട് തന്നെയുള്ള വീട്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിന് കൂടെ ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, 50 ലക്ഷം രൂപയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് മീനച്ചിൽ ഹോംസ്. മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയുടെ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. നല്ല വലിപ്പമുള്ള കിച്ചണകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം തടി കൊണ്ടുള്ള കബോർഡുകൾ, അതുപോലെ തന്നെ നല്ല വലിപ്പമുണ്ട്. നല്ല 2-3 പേർക്ക് നിന്ന് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും പാചകം ചെയ്യുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ കിച്ചണൊക്കെ ചിലപ്പം വലിപ്പം വേണം. കാരണം സ്ത്രീകൾ മാത്രമല്ല അടുക്കളയിൽ ജോലി ചെയ്യുന്നത്, പുരുഷന്മാരും സ്ത്രീകളോടൊപ്പം ഒരു കുടുംബത്തിലെ കുട്ടികളും എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ജോലികൾ ചെയ്യുന്നത്. കാരണം സ്ത്രീകളും ജോലിക്ക് പോകുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മുടെ നാട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീട്ടിലുള്ള അംഗങ്ങൾ, കുട്ടികളും മുതിർന്നവരും പ്രായവരും അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടെ ഒന്നിച്ച് കിച്ചണിൽ അടുക്കളയിലെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു എന്നൊരു കൾച്ചറിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള കിച്ചണാണ്. ഇതാണ് നമ്മൾ പുറത്തോടെ കണ്ട സ്റ്റോർ റൂം. ഇത് വർക്ക് ഏരിയയ്ക്ക് സമീപം തന്നെ കിച്ചൺ. അപ്പോൾ നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ. പാടം ഫ്രണ്ടേജിൽ വീട് ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ വിളിക്കൂ. മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. നമുക്ക് നേരിട്ട് പോയി പ്രോപ്പർട്ടി കാണാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോസുമായി നമ്മൾ എന്നും വരും. അപ്പോൾ ഇതുവരേക്കും ഗുഡ് ബൈ.